ഹായ് ഓൾ. നിങ്ങളെ സ്വയം ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന 3 ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് നിങ്ങളെ ഇല്ലാതാക്കി തന്നെ കളയും. ഈ 3 ശത്രുക്കൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തു കളയും. ഈ ശത്രുക്കളുടെ ഒരു പ്രത്യേകത വളരെ ഗ്രാജുവലായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി. സ്ലോ പോയ്സൺ എന്നും പറയാം. വളരെ സാവകാശം ഒരു വിഷം ഇഞ്ചെക്റ്റ് ചെയ്ത് മരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കൊല്ലുന്നത് പോലെയാണ് ഈ ടോക്സിക് ശത്രുക്കൾ. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മനുഷ്യ സഹജമാണ്. ഇത് എല്ലാവരിലുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആധിക്യം ഏതൊരുവനിൽ കൂടുതൽ നിൽക്കുന്നു ആ വ്യക്തികളിൽ അവർക്കുണ്ടാകാവുന്ന രോഗങ്ങളാണ് ക്യാൻസർ പോലെയുള്ളതും, ഹാർട്ട് അറ്റാക്ക്, മാനസിക പിരിമുറുക്കം കൂടിയിട്ട് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ്. ഇത് ജനറ്റിക് പരമായും ഉണ്ടാകാം, പിന്നെ ജീവിതശൈലിയുടെ ഭാഗമായും ഉണ്ടാകാം. പക്ഷേ 80% ഉണ്ടാകുന്നത് നമ്മുടെ ഈ 3 ശത്രുക്കൾ നമ്മുടെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടാണ്. ഈ 3 ശത്രുക്കളാണ് അതിന് പ്രധാന ഉത്തരവാദികൾ. ഇതിനെ തിരിച്ചറിഞ്ഞ് സ്വയം നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഈ കിട്ടിയിരിക്കുന്ന ലൈഫ് ഏറ്റവും സന്തോഷമായും ശരിയുമായും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നമുക്കിത് പ്രാക്ടീസ് ചെയ്താൽ അത് മാറിപ്പോകുന്നതാണ്. ഇനി ഏതൊക്കെയാണ് ഈ ശത്രുക്കളെന്ന് നോക്കാം. ഇതിൽ നമ്പർ 1 വെറുപ്പ് എന്നുള്ളതാണ്. ചില വ്യക്തികളോടോ ചുറ്റുപാടുകളോടോ വെറുപ്പുണ്ടാകുന്നത്. എന്താണ് ഈ വെറുപ്പ്? നമ്മുടെ മനസ്സിൽ ചില വ്യക്തികളോടോ സാഹചര്യങ്ങളോടോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകും. അത് പൊരുത്തപ്പെടാനാതെ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റിൽ ഒന്നും വരാതെ ആകുമ്പോൾ നമുക്ക് അത് പൊരുത്തപ്പെടാനാവില്ല. ഇത് നമ്മളിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. ഇതിനെ അവമതിപ്പ് എന്നും പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ ഇട്ട് നടക്കുമ്പോൾ എന്തോ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് ഇത് ഇവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ പതിഞ്ഞു കിടക്കുന്നതാണ്. ഈ വെറുപ്പ് മറ്റുള്ളവരോട് തോന്നുമ്പോൾ ഒരു ടോക്സിക് സിറ്റുവേഷനായി സ്വയം നിങ്ങൾ മാറുന്നു. രണ്ടാമത്തേത് എപ്പോഴും സാഹചര്യങ്ങളും വ്യക്തികളും കാണുമ്പോൾ ഉണ്ടാകുന്ന വിദ്വേഷം. ഇത് വെറുപ്പിനേക്കാൾ കുറച്ചുകൂടി കട്ടി കൂടിയ സാധനമാണ്. ഉള്ളിൽ ഇത് കിടക്കും, പുറമേ ചിരിച്ചു കാണിക്കും. ഇവർ ഏത് കാര്യത്തിലും വിദ്വേഷിച്ചു കളയും. ഇവർക്ക് മറ്റുള്ളവർ എന്ത് കാട്ടിയാലും പുറമേ അവർ അഭിനയിക്കും, അകത്തവർക്ക് വിദ്വേഷം മാത്രമായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കാണാനേ കഴിയില്ല, കേൾക്കാനും കഴിയില്ല. ഇവർ അവസരം കിട്ടുമ്പോൾ കുത്താനായിട്ട് തന്നെ നടക്കുന്നവരാണ്. വിദ്വേഷം ഇവരുടെ മനസ്സിൽ മാറാതെ നിൽക്കുന്നതുകൊണ്ട് കുറേ കാലങ്ങൾ ഇവർക്ക് മനസ്സിൽ വിദ്വേഷം ഒരു ഒരു അഴുക്ക് ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്, അതുപോലെയാകും ഇവരുടെ ഹാർട്ട്. ഇവർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ആൾ ആരാന്ന് വെച്ചാൽ പകയാണ്. പക അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി. മറ്റുള്ളവർ ഇല്ലാണ്ടാകണം അല്ലെങ്കിൽ നശിച്ച് കാണണം, എന്നാലേ ഇവർക്ക് സന്തോഷമുണ്ടാവുള്ളൂ എന്നുള്ള മൈൻഡുള്ളവരാണ് പകയുള്ളവർ. ഇവർക്ക് മറ്റുള്ളവർക്ക് എന്ത് വന്നാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയങ്കര ആനന്ദമായിരിക്കും. ഇതായിരിക്കും ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം തന്നെ. വേറെ ആരോ നശിക്കാൻ പലതും ഇവർ ചെയ്യുന്നു. ഇത് പകയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവർ ടോക്സിക് ആയിട്ടുള്ള ഹോർമോൺസ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് അങ്ങോട്ട് ശക്തമായി ഉറഞ്ഞു തന്നെ പിടിക്കും. ഇത് കുറേശ്ശെയായി ഇവരുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് വ്യാപിക്കുന്നു. ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്നാൽ വളരെ സെൻസിറ്റീവാണ്. ഓരോ ചിന്തയും നമ്മുടെ ബോഡിയിലെ സെല്ലുകളിലേക്ക് ബാധിച്ച് അത് നമ്മളിലേക്ക് വേറൊരു തരം മാനസിക വിഭ്രാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും സങ്കടമുള്ള അല്ലെങ്കിൽ ഭയമുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ ഹാർട്ട് സ്പീഡിലായിരിക്കും പിടിക്കുന്നത്. അത് നമുക്ക് സ്വയം അറിയാൻ പറ്റുമല്ലോ. ഹാർട്ട് ബീറ്റ് കൂടുന്നതാണ്. ഉറങ്ങിക്കിടന്നാലും ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഹാർട്ട് ബീറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരെ പറ്റിയാണോ, ഏത് സാഹചര്യത്തെ പറ്റിയാണോ ചിന്തിക്കുന്നത്, മറ്റുള്ളവർ ഇതൊന്നും അറിയുന്നില്ല താനും. ഈ പക, വിദ്വേഷം, വെറുപ്പ് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ് രൂഢമൂലമാകുന്നത്. ഇവർക്ക് ക്യാൻസർ സെൽസിന് വളരെ ആർത്ത് വളരാനുള്ള വളം അവർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളെപ്പറ്റി പോലും കൊണ്ട് നടക്കുന്ന ആത്മവിശ്വാസമില്ലായ്മയും നിങ്ങളുടെ കഴിവുകേടുകളും നിങ്ങളുടെ വിധിയെപ്പറ്റിയുമൊക്കെ ഇതുപോലെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ ടോക്സിക് എഫക്റ്റ് അത് ഉള്ളിൽ തന്നെ ആഴ്ന്നു പിടിച്ചുകൊണ്ട് നിങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ആദ്യമുണ്ടാകുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പെർമനൻ്റായി ഇങ്ങനെ മാറാത്തൊരു വേദനയായിരിക്കും. അതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. രോഗം വരുന്നതിന് മുമ്പ് ശരീരം നമുക്ക് കാട്ടിത്തരുന്ന ചില സൂചനകളാണ്. നിങ്ങൾ എത്ര തന്നെ ചികിത്സിച്ചിട്ടും വേദന നിങ്ങൾക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള വേദനകളെല്ലാം നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി മാറിയെങ്കിൽ ഈ 3 കാര്യങ്ങളുടെ ക്യുമുലേഷൻ മാറ്റാതെ പറ്റില്ല. എന്തിനെ പറ്റിയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച്
ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്നതിലൂടെയും ഇത് ഇവരിൽ ഒരു വല്ലാത്ത വേദനയായി ആദ്യം വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രോഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ മരുന്നിന് പോലും ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറുന്നു. മരണതുല്യമായ ഒരു ജീവിതയാത്രയായിരിക്കും. ഇതെല്ലാം അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വ്യാപാരത്തെ പറ്റിയാണ്. പക, വിദ്വേഷം, വെറുപ്പ്, ഒരു ചെറിയ വെറുപ്പ് പോലും നമ്മളുടെ ഉള്ളിൽ ടോക്സിക് എഫക്റ്റായി തന്നെ മാറുന്നു. ഇതിനെല്ലാം ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഫോർഗീവ്നെസ്. ഫോർഗീവ് ചെയ്യുക, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. നമ്മളെ വേദനിപ്പിച്ചവർ തന്നെയായിരിക്കും, നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്തവരായിരിക്കും. ശരിക്കും അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി പറ്റാത്തതായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ അവരോട് പൊറുക്കുക തന്നെ വേണം. അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരോട് പുറത്തു കൊടുക്കുന്നത്. അവർക്ക് ഈ നമ്മൾ ചിന്തിക്കുന്ന ഈ മറ്റുള്ളവർക്ക് ഒരു 100ൽ 90%, 99% നെഗറ്റീവ് ആണെങ്കിലും ഒരു നന്മയെങ്കിലും അവർക്ക് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു നന്മയിൽ നമ്മൾ കാണുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്യുക, അവരെ ബ്ലെസ് ചെയ്യുക. ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു നിത്യരോഗിയായി തന്നെ കഴിയേണ്ടി വരും. ഇതിത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം വളരെ സത്യമാണ്. എന്നാൽ എല്ലാത്തിനും നല്ല വശങ്ങളും ഉണ്ടല്ലോ. ആ നല്ല വശത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുത്തേക്കുക, ഫോർഗീവ് ചെയ്യുക. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. നമ്മൾ മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, അത് അവർക്ക് വേണ്ടിയല്ല. ഫോർഗീവ്നെസ് നമ്മളെ പുതിയൊരു ലൈഫിലേക്കാണ് നയിക്കുന്നത്. ഫോർഗീവ്നെസ് നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പക, വിദ്വേഷം, വെറുപ്പെല്ലാം തനിയെ മാഞ്ഞ് അലിഞ്ഞില്ലാതാവുന്ന നമ്മൾ സ്വയം അറിയാൻ തുടങ്ങും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ബൈ ബൈ, ടേക്ക് കെയർ.